നമുക്ക് ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഡ്രസീന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത്. ഡ്രസീന ഫ്ലോറിഡ ബ്യൂട്ടി എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഈ ഡ്രസീന വിഭാഗത്തിൽ ഒരുപാട് ചെടികളുള്ള ഒരു വിഭാഗമാണ് ഡ്രസീന വിഭാഗത്തിലുള്ള പ്ലാന്റ്സുകൾ. ഒരുവിധം എല്ലാം തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞാലാണ് അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർന്നു കിട്ടുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഇതിന് ലീഫൊക്കെ അത്യാവശ്യം നല്ല തിക്കാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പോലും നമ്മൾ ഒരാഴ്ചയോളം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ചെടികളെ സംരക്ഷിച്ച് നിർത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റാണിത്. അപ്പോൾ ഇതിൽ തന്നെ 2 ടൈപ്പ് ചെടികളാണ് ഞാനിതിൽ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ഒരേ ടൈപ്പിൻ്റെ തന്നെ വൈറ്റിൽ ഗ്രീൻ ഡോട്ടുള്ള ലീഫും അതുപോലെ തന്നെ ഗ്രീനിൽ വൈറ്റ് ഡോട്ടും, അത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ സ്ഥലക്കുറവുള്ളതുകൊണ്ട് രണ്ടും കൂടെ ഒരു ചട്ടിയിൽ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 10-20 വർഷത്തിന് മുകളിലായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു കളക്ഷനാണ്. ഇതിൽ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ബുഷിയാക്കി നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതൊരു ലക്കി പ്ലാന്റ് ആണെന്നും കൂടെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെപ്പറ്റി ഞാൻ പറയുന്നത് കേട്ടതാണ്. ഇതൊരു ലക്കി പ്ലാന്റ് ആയിട്ട് നമുക്ക് വീടുകളിലൊക്കെ വളർത്താമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അധികം കെയർ ഇല്ലാണ്ട് ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഡ്രസീന ഫ്ലോറിഡ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കട്ടിങ്സ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ വേര് വരും. നമുക്കത് അകത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡ്രസീന വിഭാഗത്തിൽപ്പെട്ട ചെടികളൊക്കെ തന്നെ ഒരുവിധം തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റ് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ലീവ്സൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കും. പറയുമ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ ഒരു ബാംബു നേച്ചറാണ്. അതിലൊന്നും നമുക്ക് സ്റ്റെമ്മിലൊന്നും വെള്ളം അബ്സോർബ് ചെയ്ത് വെച്ച പോലത്തെ ഒരു സ്റ്റെമ്മുകളല്ല. എന്നാൽ പോലും അത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചെറിയൊരു കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം എവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്ത് ഡെയിലി ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് വരും. ഞാനിപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്തെടുത്തു എന്നുള്ളതുകൊണ്ട് ഞാനിതിവിടെ ജസ്റ്റ് ഒരു ചട്ടിയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിനി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അത് പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരുപാട് ചെടികളെ ശ്രദ്ധിച്ച് വളർത്താൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. ഒരിക്കലും നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അങ്ങനെ നശിച്ചു പോകുന്നൊരു പ്ലാന്റ് അല്ല ഈ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം എവിടെന്നെങ്കിലും ഒരു കട്ടിങ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്ലാന്റുകളെ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും കുറച്ച് ദിവസം പുറത്ത് പോകേണ്ടിയൊക്കെ വരികയാണെങ്കിലും ഈ ചെടികൾ ഒരിക്കലും നശിച്ചു പോവില്ല. പല ചെടികളും നമ്മൾ എവിടെയെങ്കിലും 2 ദിവസം പോയി നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും, തുടക്കക്കാർക്കും എല്ലാവർക്കും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഡ്രസീന ഫ്ലോറിഡ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതൊന്ന് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റിൽ നിന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.